വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. പ്രവാചകന്മാരെ നിഷേധിച്ച ആ സമൂഹത്തിന് സംഭവിച്ച ദുരന്തം നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു തആല പറയുകയാണ്, ആ ജനതയെ നശിപ്പിക്കാൻ ഞാൻ വലിയ സുസംഘടിതമായൊരു സൈന്യത്തെയൊന്നും അയച്ചിട്ടില്ല. അങ്ങനെ അയക്കുക എന്നത് എന്റെ പതിവുമല്ല. അവർക്ക് സംഭവിച്ചത് ഒരു നിമിഷത്തിന്റെ ഘോരമായ ശബ്ദമാണ്, അട്ടഹാസമാണ്. അതിൽ ആ സമൂഹം അത്രയും നശിച്ചു മണ്ണടിഞ്ഞുപോയി. ഇതാണ് അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, യാ ഹസ്റതൻ അലൽ ഇബാദ്. എപ്പോഴും നാം ഓതുന്ന ആയത്തല്ലേ ഇത്, യാ ഹസ്റതൻ അലൽ ഇബാദ്. മനുഷ്യ സമൂഹത്തെ അല്ലാഹു തആല ഈ ചരിത്രം മുന്നിൽ വെച്ച് സംബോധന ചെയ്യുകയാണ്, ഓ അടിമകളുടെ ഖേദമേ, അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ എന്താണ് ഈ മഹാദുരന്തത്തെക്കുറിച്ച്, നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? യാ ഹസ്റതൻ അലൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകളുടെ ഖേദമേ, മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഏതൊരു ജനതക്കും പ്രവാചകന്മാര് വന്നിട്ടില്ല, ആ പ്രവാചകന്മാരെ അവര് പരിഹസിച്ചിട്ടല്ലാതെ. പക്ഷെ എത്ര ദൃഷ്ടാന്തങ്ങൾ വന്നാലും മനുഷ്യൻ അത് ചിന്തിക്കൂല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലാഹു തആല, ചരിത്രം പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുത്താലും ജനങ്ങൾ പിന്നെയും പ്രവാചകന്മാർ വന്നാ പരിഹസിക്കും. എന്തൊരു ഖേദമാണിത്, എന്തൊരു കഷ്ടമാണ് ഈ മനുഷ്യരുടെ അവസ്ഥ. അല്ലാഹു തആല ചോദിക്കുകയാണ്. ദൃഷ്ടാന്തങ്ങൾ അറിയാത്തത് കൊണ്ടല്ലല്ലോ, ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണോ? അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഏത് മനുഷ്യനാണ് ഈ തലമുറകൾ ഇവിടെ നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കഥ അറിയാത്തത്? ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ഞങ്ങൾ ഈ ദുനിയാവിൽ ശാശ്വതമായിട്ട് ജീവിക്കുന്ന അഭിപ്രായം ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏത് രാജാവിനും അറിഞ്ഞുകൂടെ എന്നെ പോലത്തെ നൂറുകണക്കിന് രാജാക്കന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രാജാക്കന്മാർക്കൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടെ? എന്നാലും മനുഷ്യ രാജാവാകാനാണല്ലോ നോക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അറിയാം, എന്റെ മുമ്പുള്ള പ്രധാനമന്ത്രി വെടിയേറ്റാണ് മരിച്ചത്, അല്ലേ? എന്നിട്ടും പിന്നെ മനുഷ്യൻ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കും. ഇവർക്കും അറിയാം എനിക്കും സംഭവിക്കാൻ പോകുന്ന ഇതേ ദുരന്താണ്. ചിലപ്പോ ഏതെങ്കിലും സുരക്ഷാ പോലീസുകാർ തന്നെ എന്നെ വെടിവെച്ച് കൊന്നേക്കുന്നറിയാം. മനുഷ്യന്റെ അവസ്ഥയുള്ളത്, യാ ഹസ്റതൻ അലൽ ഇബാദ്, അടിമകളുടെ കാര്യം എത്ര കഷ്ടമാണ്. അള്ളാന്റെ അടിമകളുടെ കഥ എന്ത് അറിഞ്ഞാലും അനുഭവിച്ചാലും പിന്നെയും ആ ദുരന്തത്തിലേക്ക് അവർ ചെന്ന് ചാടും. ഇല്ലെങ്കിൽ മനുഷ്യന്മാര് കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവരാണെങ്കിൽ ശ്രീലങ്കയിൽ പ്രധാനമന്ത്രിയാകാൻ ഒരു മനുഷ്യനെ കിട്ടുമോ? ശ്രീലങ്കയിലെ പ്രസിഡന്റ് ആകാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമോ? കഴിഞ്ഞുപോയ അനുഭവങ്ങളൊക്കെ ആലോചിച്ചാല്. പക്ഷെ എന്നിട്ട് അവിടെയും പ്രസിഡന്റ് ആകാൻ മത്സരിക്കുന്നില്ലേ മനുഷ്യന്മാര്? പ്രധാനമന്ത്രിയാകാൻ മത്സരിക്കുന്നില്ലേ? മുൻകഴിഞ്ഞു പോയ ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയും ജീവനോടല്ല, എല്ലാവരും കൊല്ലപ്പെട്ടു പോയതാണ്, ഇല്ലേ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ആളുകൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആകാൻ വേണ്ടി മത്സരിക്കുന്നില്ലേ? അതാണ് മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ. എന്തൊരു കഷ്ടമാണിത്. യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇതുപോലെ തന്നെയാണ് ജനതകളുടെ അവസ്ഥ. കഴിഞ്ഞുപോയ തലമുറകൾ പ്രവാചകന്മാരെ ധിക്കരിച്ച കഥകൾ അവർക്കറിയാം. ആ ധിക്കരിച്ച പ്രവാചകന്മാരെ ധിക്കരിച്ച ജനതയ്ക്ക് വന്നുപോയ ദുരന്തങ്ങളും അറിയാം. എന്നാലും പ്രവാചകന്മാർ വരുമ്പോൾ ആ ജനത പരിഹസിക്കാതിരുന്നിട്ടില്ല. ഒരു ജനതയും അവരെ കളിയാക്കാതിരുന്നിട്ടില്ല, പരിഹസിക്കാതിരുന്നിട്ടില്ല. എല്ലാ സമൂഹവും അവരുടെ നബിമാരെ പരിഹസിച്ചിട്ടുണ്ട്. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ആയത്തുകൾ ഇങ്ങനെ ശാന്തമായി ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ അറിവ് കിട്ടിയാൽ തന്നെ അത് രണ്ടാമത് കേൾക്കുന്ന സമയത്ത് അതിന്റെ ആശയം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വരും. പക്ഷെ എന്തുവാണോ സാവധാനം ഓതണം. നമ്മൾ ധൃതിപ്പെട്ട് ഓതരുത്. ധൃതിപ്പെട്ട് ഓതിയാല് അതിന്റെ അർത്ഥം തന്നെ തെറ്റിദ്ധരിച്ചു പോകുന്ന കോലത്തിൽ അതിന്റെ ക്രമങ്ങൾ തെറ്റിപ്പോകും. അലം യറൗ കം അഹ്ലക്നാ, അങ്ങനെയുള്ളത്. അലം യറൗ, അവര് കാണുന്നില്ലേ, കം അഹ്ലക്നാ, എത്രയാണ് നാം നശിപ്പിച്ചത്. പക്ഷെ അത് പഠിച്ച ആളുകൾക്കും പെട്ടെന്ന് അർത്ഥം മനസ്സിലാവില്ല. കാരണം നമ്മൾ ഓതിപ്പോലെ അലം യറൗക്കം എന്നാണ്. അലം യറൗക്കം എന്ന് ഓതിപ്പോവും. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി
അന്നഹും ഇലൈഹിം ലാ യർജിഊൻ അലം യറൗ അവർ കാണുന്നില്ലേ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ ഇവർക്ക് മുമ്പ് എത്ര കർണുകളെയാണ് എത്ര തലമുറകളെയാണ് ഞാൻ നശിപ്പിച്ചത് എന്നവർ കാണുന്നില്ലേ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ ആ നശിപ്പിക്കപ്പെട്ടു പോയ ജനത തീർച്ചയാണ് ഒരിക്കലും ഇനി ഇവരിലേക്ക് മടങ്ങി വരികയില്ല. ഈ നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കലേ തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള പ്രശ്നം ഒരിക്കലും ഉദിക്കുന്നില്ലല്ലോ. നാട് കടത്തുന്ന മാതിരിയല്ല. നാട് കടത്തിയാൽ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് മാപ്പ് കൊടുത്ത് അങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ നശിപ്പിക്കപ്പെട്ടു പോയ ജനതയെ കുറിച്ച് അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടോ? അവരിനി ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു? ഒരു പ്രതീക്ഷയുമില്ലാത്ത വിധം ഇഹലോകത്ത് സമ്പൂർണമായി അവർ തകർക്കപ്പെട്ടു പോയി എന്നത് അവര് കാണുന്നില്ലേ? നിശ്ചയമായും അവരെല്ലാവരും ആ നശിപ്പിക്കപ്പെട്ടു പോയ തലമുറകൾ അത്രയും ലദൈനാ മുഹ്ളറൂൻ നമ്മുടെ അരികിൽ ജമീഉൻ ലദൈനാ നമ്മുടെ അരികിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും മുഹ്ളറൂന അവർ രണ്ടാമത് പുനർജനിപ്പിച്ച് ഹാജരാക്കപ്പെടുമെന്നും അവർക്കറിഞ്ഞുകൂടെ? അറിയാം, ഇതൊക്കെ അറിയാം. കഴിഞ്ഞുപോയ ജനത നശിപ്പിക്കപ്പെട്ടതാണെന്നും ഇനി ഇങ്ങോട്ട് അവർ തിരിച്ചു വരികയില്ല എന്നും അവര് വരുന്നത് മഹ്ശറയിലായിരിക്കുമെന്നും അവിടെ അള്ളാഹുവിന്റെ മുന്നിലാണ് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞിട്ടെന്താണ്? യാ ഹസ്റത്തൻ അലൽ ഇബാദ്. ആ അറിവ് അവർക്ക് ഒട്ടും ഫലം ചെയ്യുന്നില്ല. അവര് പിന്നെയും പ്രവാചകന്മാർ വരുമ്പോ കളിയാവും, പിന്നെയും പരിഹസിക്കും. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്, മനുഷ്യന്റെ സഹജമായ വാസനയാണ്. ആ പൈശാചികതയിൽ നിന്ന് മനുഷ്യന് മോചനം നേടാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസമല്ലാതെ മറ്റ് യാതൊരു വഴികളുമില്ല. യുക്തികൾ കൊണ്ടൊന്നും അത് നേടിയെടുക്കാൻ കഴിയില്ല. എത്ര വലിയ യുക്തിയുള്ള ആളുകളല്ലേ ഇപ്പൊ ഞാനീ പറഞ്ഞതുപോലെ വീണ്ടും ദുരന്തത്തിലേക്ക് ചെന്ന് ചാടുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെ. അവർക്ക് യുക്തി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. അപ്പൊ യുക്തി ഉണ്ടായിട്ടോ ബുദ്ധി ഉണ്ടായിട്ടോ ഒന്നും പ്രയോജനമില്ല. മനുഷ്യൻ ചിന്തിക്കണമെങ്കിൽ, കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണമെങ്കിൽ അവനിൽ വിശ്വാസം വേണം, അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം. അതുകൊണ്ട് വിമോചനത്തിന്റെ വഴി, രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ദൃഢമാകാൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതിനാണ് ആ വിഷയം, ചരിത്രത്തിൽ പറഞ്ഞ ഉത്ബോധനത്തിന്റെ വിഷയം അവിടെ സമാപിച്ചിട്ട് ഇനി അല്ലാഹു തആല പറയുന്നത് ദൃഷ്ടാന്തങ്ങളാണ്. ആയത്ത് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം ദൃഷ്ടാന്തം എന്നാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പാഠം പഠിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ. ഇതിനാണ് ആയത്ത് എന്ന് പറയാം. നമ്മൾ സാധാരണ ഖുർആനിലെ ആയത്ത് എന്നൊക്കെ പറയില്ലേ? ഖുർആനിലെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൂക്തം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ശരിക്കും അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന്റെ തെളിവുകളാണ്. അള്ളാഹ് ഉണ്ട് എന്നതിന്റെ, അള്ളാഹുവിന്റെ ഖുദ്റത്തുണ്ട്, ഇറാദത്തുണ്ട്, അള്ളാഹു തആല സർവശക്തനാണ്, അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ് എന്നതിന്റെ തെളിവുകളാണ് ഓരോ സൂക്തങ്ങളും. അതുകൊണ്ടാണ് അതൊക്കെ ആയത്തുകളായി പോയത്. എന്നതുപോലെ ഇനി അള്ളാഹു തആല സുപ്രധാനമായ 3 ദൃഷ്ടാന്തങ്ങൾ, അത് നിങ്ങൾ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുതകളെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് 3 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല ദി പറയും. യാസീനിൽ നിങ്ങൾ ഇങ്ങനെ ഓതി പോകുമ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവും, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ എന്ന് പറഞ്ഞിട്ട് കുറച്ചായത്ത്. അങ്ങനെ ഒരു 3-4 ആയത്ത് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ വരും, വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ ഫഇദാ ഹും മുള്ളിമൂൻ. അത് കഴിഞ്ഞിട്ട് കുറച്ചായത്തുകൾ. അത് കഴിഞ്ഞാൽ പിന്നെയും വരും, വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. കണ്ടോ? വആയത്തുൽ ലഹും അല്ലാഹ് പറയുകയാണ്. 3 സ്ഥലത്ത് യാസീനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, വആയത്തുൽ ലഹും. വആയത്തുൽ ലഹും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണ്. നേരത്തെ പറഞ്ഞില്ലേ, യാ ഹസ്റത്തൻ അലൽ ഇബാദ്, ഓ അടിമകളെ, അള്ളാന്റെ അടിമകളെ, നിങ്ങളുടെ കാര്യം കഷ്ടാണ്. അള്ളാഹ് പറയുകയാണ് വആയത്തുൽ ലഹും, ഈ അടിമകൾക്ക്, അള്ളാന്റെ അടിമകൾക്ക് ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ആ 3 ദൃഷ്ടാന്തങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. 1, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ.
فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ഇതാണ് ഒരു ദൃഷ്ടാന്തം. പിന്നെ ആയത്തുൽ ഹുമുല്ലയിൽ നസ്ലഖ് വേറെ പറയാണ്. ഈ